അനിൽ ബോസ് പറയുന്ന രീതിയിൽ കോൺഗ്രസിന് ആഘോഷിക്കത്തക്കവണ്ണമുള്ള ഒരു കടന്നുവരവാണോ ഇന്ന് സന്ദീപ് വാര്യറിൽ നിന്ന് കോൺഗ്രസിന് ഉണ്ടായത്? നോക്കൂ, ഞാൻ പറയുന്നത് കേൾക്കാം എന്ന് കരുതുന്നു. കേൾക്കാം. ഇതിനകത്ത് കേൾക്കാമല്ലോ ഞാൻ പറയുന്നത് അല്ലേ? കേൾക്കാം കേൾക്കാം കേൾക്കാം. കേൾക്കില്ലേ ഞാൻ പറയുന്നത്? പറഞ്ഞോളൂ ലാൽകുമാർ, പറഞ്ഞോളൂ, കേൾക്കാം. നോക്കൂ, ഒരാള് ഒരു പ്രസ്ഥാനം വിട്ട് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു. ആ സ്വീകരിക്കുന്ന പ്രസ്ഥാനം വളരെ ഹാപ്പി ആയിട്ട് സ്വീകരിക്കണോ അതല്ലാതെ സ്വീകരിക്കണോ എന്നുള്ളത് വളരെ ചോയ്സ് ആണ്. അത് അവരുടെ ചോയ്സ് ആണ്. ഇപ്പൊ നോക്കൂ, ഈ ചർച്ചക്കകത്ത് അനിൽ ബോസ് എപ്പോഴും എല്ലായ്പ്പോഴും കോൺഗ്രസ് ആണ്. അദ്ദേഹം സന്ദീപ് വാര്യരെ ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഈ പറയുന്ന അനിൽ ബോസ് കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി കോൺഗ്രസിന്റെ മുഖമാണ്. ആ മുഖത്തിന് പറയേണ്ട രീതിയിലല്ല കെ മുരളീധരനെ ഈ വിഷയത്തെ അവതരിപ്പിച്ചത്. കെ മുരളീധരന് യഥാർത്ഥത്തിൽ ഈ പൊടുപ്പിൻ തൊങ്ങലൊക്കെ വെച്ച് യഥാർത്ഥത്തിൽ സതീഷിനെ ഒന്ന് കുത്തുന്ന രീതിയിൽ, എന്നാൽ ഒരു അൺഹാപ്പിനെസ് വളരെ വ്യക്തമാക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചത്. അല്ലേ? നാളെ രാവിലെ അപ്പുറത്തേക്ക് പോകരുത്, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ കടയിൽ നിന്ന് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വേറൊരിടത്തേക്ക് പോകരുത് എന്നുള്ള ഒരു വാർണിംഗും കൂടെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന വളരെ കോഡിയലായിട്ട് ചാനൽ ചർച്ചയിൽ പ്രതിരോധിക്കാൻ വരുന്ന ഒരാൾ പറയുന്നത് പോലെ അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകൻ ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. അത് അനിൽ ബോസ് പറയുന്ന അഭിപ്രായം നമുക്ക് അദ്ദേഹത്തിനായിട്ടുള്ള അഭിപ്രായമുണ്ട്. പക്ഷെ അതുപോലെ അല്ല എല്ലാവരും. അനിൽ ബോസ് പാർട്ടിയുടെ വക്താവായതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം അനിൽ ബോസ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തനി കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ മുരളീധരനെ പോലെ ഒരു കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ സൂചിപ്പിക്കാം. ഞാനത് അനിൽ ബോസ് പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയാം. ഒച്ചയെടുക്കാനൊന്നും വയ്യ, പഴയ രീതിയിലുള്ള ചർച്ചാ സംവിധാനത്തിൽ പോയി അലയ്ക്കാനൊന്നും വയ്യ. അതുകൊണ്ടാണ് ഞാൻ പെതുക്കെ പറയാന്ന് പറയുന്നത്. കാര്യം അത്രയും അരോചകമായി മാറിയിരിക്കുന്നു പല ചാനൽ ചർച്ചകളും. ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഇപ്പൊ അനിൽ ബോസ് പറഞ്ഞ എന്താ, സരിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞു. അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ മകളെയും ഒക്കെ അശ്ലീലം പറഞ്ഞിട്ടുള്ള ഒരാളെയാണ് ഇപ്പുറത്ത് സ്വീകരിച്ചതെന്ന് പറയുന്നു. എന്റെ ചോദ്യം അനിൽ ബോസിനോട്, അദ്ദേഹം അപ്പുറത്തിരുന്ന് അശ്ലീലം പറയാനുള്ള കാര്യം എന്താണ്? ഇപ്പുറത്ത് നിന്നല്ലല്ലോ അശ്ലീലം പറഞ്ഞത്, അപ്പുറത്ത് നിന്നല്ലേ. വളരെ മോശമായ കാര്യങ്ങൾ അദ്ദേഹം അപ്പുറത്ത് നിന്ന് പറയാൻ അദ്ദേഹത്തിന് എങ്ങനെ ധൈര്യമുണ്ടായി? അദ്ദേഹം വളരെ മോശം കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അത് ചെയ്യരുത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു നിർത്തിയില്ല? നിങ്ങൾ സമാധാനമായി നിന്ന് സംസാരിക്കുന്ന, വളരെ നോൺ വയലന്റ് ആയിട്ടുള്ള ഗാന്ധിയൻ ആദർശം ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. അപ്പൊ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തെ മുഖ്യമന്ത്രിയെ മോശമായി അധിക്ഷേപിച്ചു എന്ന് പറയുന്ന ഒരു വാദം അവർക്ക് ഇപ്പൊ വന്നതാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവരെല്ലാം കൈയടിച്ചവരാണ്. അപ്പൊ ആ കൈയടിച്ച ആൾക്കാര് കൈയടിച്ചവരാണ് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരെക്കാട്ടിലും മോശം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അനിൽ ബോസ് കൈയടിച്ചു എന്നൊരു വാദം അല്ല ഞാൻ പറയുന്നത് കേട്ടോ. അനിൽ ബോസ് വളരെ വ്യക്തിപരമായി എനിക്ക് ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം പലപ്പോഴും പറയുന്ന ഈ ചാനൽ ചർച്ചകളിൽ വന്ന് അങ്ങോട്ട് വഴക്കുണ്ടാക്കുന്നതും മോശം പറയുന്നതിനോട് എതിര് പറയുന്ന ഒരാളുമാണ്. അതും ഞാൻ സൂചിപ്പിക്കണമല്ലോ. പക്ഷെ ഈ പറയുന്ന ആൾക്കാർ, പല ആൾക്കാരും ഇതിന് സരിൻ ബ്രോ അല്ലെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. ഒന്നത്. രണ്ട്, സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നോക്കൂ, ബി ജെ പിയിൽ നിന്ന് വിട്ട് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ ചെല്ലുന്നതിന് നമുക്ക് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണത്. കോൺഗ്രസിന് സ്വീകരിക്കണോ ബി ജെ പിയിൽ നിന്ന് പോകണോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്. പക്ഷേ ഈ ചോയ്സിനകത്ത് പോലും നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖല എന്താണ്? എന്ത് പറഞ്ഞാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആശയപരമായി ഒരു കാരണവശാലും ബി ജെ പിയെ ഇപ്പോഴും അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തള്ളിപ്പറഞ്ഞത് സുരേന്ദ്രനെയാണ്. സുരേന്ദ്രനെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെയോ ആണ് അദ്ദേഹം തള്ളിപ്പറഞ്ഞത്. ബി ജെ പി എന്ന വർഗീയത പറയുന്ന, അല്ലെങ്കിൽ ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന് പറയുന്ന ആശയം, ആ ഫാക്ടറി ഉണ്ടാക്കിക്കൊണ്ടേ വിട്ടുകൊണ്ടിരിക്കുന്ന ആ സംവിധാനത്തെ അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടില്ല. അത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു വിഷയമാണ്. അതെ, രാഹുൽ ഗാന്ധിയെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം. ഞാനൊന്ന് പറയട്ടെ. ആർ എസ് എസിൽ നിന്ന് ഇങ്ങോട്ട് വന്നു.
എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ അത് ഉപേക്ഷിച്ചിട്ടാണ് വരുന്നതെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അത് ഉപേക്ഷിച്ചിട്ട് വരിക മാത്രമല്ല, അതിനെ തള്ളിപ്പറയേണ്ട ജോലിയും കൂടി ഉണ്ട്. അദ്ദേഹം ഒരു നേതാവ്. നോക്കൂ, നാളെ അനിൽ ബോസ് CPM ജോയിൻ ചെയ്തു എന്നിരിക്കട്ടെ. അനിൽ ബോസ് CPM ജോയിൻ ചെയ്യുമ്പം യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് വരണമെന്ന് നിർബന്ധമൊന്നും പറയില്ല നമ്മൾ ചിലപ്പോൾ. കാര്യം എന്താ? അദ്ദേഹം കോൺഗ്രസ് എന്ന് പറയുന്ന സോക്കോൾഡ് മതനിരപേക്ഷ പാർട്ടിയിൽ നിന്ന് വരുന്നതാണ്. അനിൽ ബോസ് ഒരിക്കലും ഈ നാട്ടിൽ വർഗീയത പറഞ്ഞിട്ടില്ല, മറ്റുള്ള ആൾക്കാരെ ടയർ ഇട്ട് കത്തിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ മോശം പരാമർശം നടത്തി ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആൾക്കാരല്ല ഈ കോൺഗ്രസിൽ നിന്ന് CPM വരുന്നത്. അങ്ങനെ ഒരു പ്രവർത്തനം സരിനും നടത്തിയിട്ടില്ല. സരിൻ നോക്കൂ, സരിൻ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചു എന്നുള്ളത് മാറ്റിവെച്ചാൽ സരിൻ ഈ നാടിനെ കമ്മ്യൂണലി ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയമായി ഈ സംസ്ഥാനത്തിന് ഒരു മോശം കാര്യം സംഭവിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം അദ്ദേഹം നടത്തിയിട്ടില്ല. അതാണ് അവിടുത്തെ കാതലായ കാര്യം എന്നാണ് ഞാൻ കരുതുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയവുമാണ്. പക്ഷെ അങ്ങനെ വർഗീയമായി വ്യക്തമായി പറയുകയും, ഇപ്പൊ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ച കാര്യം വേണമെങ്കിൽ നമുക്ക് പൊറുക്കാം. കാര്യം രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചത് ഒരാൾക്ക് പിന്നെ കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു വാദം എനിക്കില്ല. കാര്യം രാഹുൽ ഗാന്ധിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാപ്പ് പറയാൻ പറ്റുമെങ്കിൽ ഒക്കെ ശരിയാണ്. ഇന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിനോടൊപ്പം നിൽക്കുമ്പം ഞാൻ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ കണ്ട ബൈറ്റുകളിൽ അദ്ദേഹം BJPയുടെ രാഷ്ട്രീയത്തെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ, ഹിന്ദുത്വമാണല്ലോ, ഹിന്ദുത്വം എന്ന വാക്കാണ് BJP എപ്പോഴും ഉയർത്തുന്നത്, ആ പദം എപ്പോഴേലും തള്ളി പറഞ്ഞിട്ടുണ്ടോ? സന്ദീപ് പറയുകയാണ് ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ഈ നാടിന് ആപത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. RSSന്റെ ഈ പറയുന്ന നയങ്ങളെ എതിർത്തിട്ടുണ്ടോ? ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മോശമായ ഒരു പ്രവൃത്തിയിലൊന്നായിരുന്നു ഗുജറാത്ത് കലാപം, തള്ളിപ്പറഞ്ഞോ? ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ ചോദ്യം ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. പോരാത്തതിന് ലാൽകുമാർ, മുസ്ലിം ലീഗിനെതിരെ കടുത്ത തീവ്രമായ മുദ്രാവാക്യങ്ങൾ ഉള്ള പോസ്റ്റ് ഇട്ട ആളാണ് നാളെ പാണക്കാടേക്ക് പോകുന്നത്. അതെ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ തള്ളിപ്പറയാതെ ഇപ്പുറത്തൊരാൾ ഇങ്ങോട്ട് വരുന്നെങ്കിൽ, അത് ഞാൻ പറയുന്നത് CPMലേക്കാണ് അദ്ദേഹം വരുന്നിരിക്കട്ടെ. ഇദ്ദേഹം പറഞ്ഞല്ലോ ബാലൻ നോക്കിയിരുന്നു, അല്ലെ ഗോന്നമാഷ് നോക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ നോക്കിയിരുന്നു എന്നിരിക്കട്ടെ. ഞാൻ പറഞ്ഞ അത് ഫോർ എ പോയിന്റ് നമുക്കത് നോക്കാം. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് അദ്ദേഹം എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ചോദ്യം അദ്ദേഹത്തിന് കൃത്യമായി ഈ പറയുന്ന RSSനെയും BJPയെയും തള്ളിപ്പറയാതെ ഒരു കാരണവശാലും ഇപ്പുറത്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പുണ്ട്. അതേ സ്ഥാനത്ത് RSSനെയോ BJPയെയോ തള്ളിപ്പറയാതെ കോൺഗ്രസിൽ നിൽക്കാമെന്ന് ഇതുവരെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. കാര്യം സതീഷിനെ സംബന്ധിച്ചിടത്തോളോ, K സുധാകരനെ സംബന്ധിച്ചിടത്തോളോ, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന നേതൃത്വങ്ങളെ സംബന്ധിച്ചിടത്തോളോ ഇദ്ദേഹം RSSനെയോ BJPയോ തള്ളിപ്പറയണമെന്ന് നിർബന്ധമില്ല. അവിടുത്തെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ട് വരുന്നു, അവിടെ ശരിയല്ല എന്ന് പറയുന്നു. അത് എങ്ങനെ ശരിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് മോശം അനുഭവം ഉണ്ടായി. അതാണ്, ആശയം മോശമാണെന്നുള്ളത് കൊണ്ടല്ല, അദ്ദേഹത്തിന് അവിടെ സ്ഥാനം കിട്ടിയില്ല, അദ്ദേഹത്തിനെ ഉപദ്രവിക്കുന്നു. നോക്കൂ, ഞാൻ CPMകാരനാണ്. എനിക്ക് എന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി എന്നോട് മോശമായ ഒരു പ്രവർത്തനം നടത്തി, അല്ലെങ്കിൽ ലോക്കലിലുള്ള ഒരാൾ എന്നോട് മോശമായി പെരുമാറിയ ഉടനെ മാറുന്നതാകാൻ പാടില്ല എന്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾ. ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ മാറി നിൽക്കുമായിരിക്കും. അപ്പോഴും അതിനും ഞാൻ കോൺഗ്രസിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറയേണ്ടത് കോൺഗ്രസിന്റെ ആശയം ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞിട്ടായിരിക്കണം ഞാൻ പറയുന്നത്. അതിന് പകരം ഇവിടുത്തെ ലോക്കലിലുള്ള ഒരാൾ എനിക്ക് സ്ഥാനമാനം തന്നില്ല എന്ന് പറഞ്ഞ് അപ്പുറത്ത് പോവുകയാണെങ്കിൽ അതൊരു എന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഒരു വലിയ വിള്ളലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്.